ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു മാനിക്യൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാർലറിലൊന്നും പോവാണ്ട് വീട്ടിലിരുന്ന് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു മാനിക്യൂർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ എക്സ്ട്രാ നെയിലിലുള്ള നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലൊരു റിമൂവർ യൂസ് ചെയ്ത് വേണം നമ്മൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നഖം പൊട്ടിപ്പോകാനും ചീത്തയാവാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നീട് നഖത്തെ അഴുക്കെല്ലാം ക്ലീൻ ചെയ്യുവാണ്. നഖമെല്ലാം ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു ബൗളിലോട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഏതെങ്കിലും ഒരു ഷാമ്പു, നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷാമ്പു ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു പകുതി നാരങ്ങ അതിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ആ നാരങ്ങയുടെ തൊണ്ടും കൂടി അതിനകത്ത് ഇടാവുന്നതാണ്. നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് നേരം നമ്മുടെ കൈ അതിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സ്ക്രബ്ബർ തയ്യാറാക്കാം. അതിന് കുറച്ച് കാപ്പിപ്പൊടിയും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കയ്യിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ആ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് പാലിലോട്ട് കുറച്ച് കടലമാവും കുറച്ച് തേനോട് മിക്സ് ചെയ്തിട്ട് കയ്യിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കൈ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൈ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ വാസലിനാണ് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് നഖത്തിലും എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. അതിന് ബേസായിട്ട് ക്ലിയർ ആയിട്ടുള്ള നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ റെഡ് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് കയ്യിൽ നന്നായിട്ട് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം.